ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുന്നതും ആദരിക്കാത്തതും ക്രിമിനൽ കുറ്റമാക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. 1971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. രാജ്യത്തിന്റെ അഖണ്ഡതയും ദേശീയ ചിഹ്നങ്ങളുടെ പവിത്രതയും ഉയർത്തിപ്പിടിക്കുന്ന നിയമനിർമ്മാണത്തിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വാർത്തയിലേക്ക്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ സുപ്രധാനമായ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ആക്ട് 2026 രാജ്യസഭയിലെത്തി. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് അവതരിപ്പിച്ച ബില്ല് വന്ദേമാതരം ആലപിക്കുന്നത് മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ വന്ദേമാതരം ആലപിക്കുന്ന സദസ്സിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റകൃത്യമായി മാറ്റാൻ നിർദ്ദേശിക്കുന്നു. ശ്രീമാൻ നിത്യാനന്ദ റായ് to move for leave to introduce the prevention of national honor. माननीय गृह मंत्री की ओर से मैं प्रस्ताव करता हूं कि राष्ट्र गौरव अपमान निवारण अधिनियम 1971 का संशोधन करने के लिए विधेयक को पुनर्स्थापित करने की अनुमति दी जाए. Thank you. ദേശീയ ഗീതത്തിന് അർഹമായ ആദരവ് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോദി സർക്കാർ ഈ നിയമനിർമ്മാണം കൊണ്ടുവരുന്നത്. ബില്ലിനെ സ്വാഗതം ചെയ്ത BJP MP സഞ്ജയ് സേത്ത് വന്ദേമാതരം നമ്മുടെ ദേശീയ ഗീതമാണെന്നും ഈ നിയമം ദേശീയ ഗീതത്തോടുള്ള ആദരവ് കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും വ്യക്തമാക്കി. അതേസമയം നിയമനിർമ്മാണത്തിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തുന്നു. ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് CPM MP ജോൺ ബ്രിട്ടാസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചു. രാജ്യസ്നേഹം നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്നത് ഭരണഘടനയുടെ 19, 21, 25 വകുപ്പുകൾ ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്നാണ് ജോൺ ബ്രിട്ടാസിന്റെ ആക്ഷേപം. ബില്ലിനെ വിമർശിച്ച ആം ആദ്മി പാർട്ടി MP സഞ്ജയ് സിംഗും രംഗത്തുണ്ട്. ജനം, ഡൽഹി.